ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടെക്. ഇന്ന് നമ്മൾ പെക്കിംഗ് ഡക്ക് ഹോം സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പെക്കിംഗ് ഡക്ക് അല്പം സമയമെടുക്കുന്ന ഒരു ഐറ്റമാണ്. സ്പെഷ്യൽ ഡക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ പുരാതന കാലം തൊട്ട് ചൈനീസിൽ ബീജിങ്ങിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പെക്കിംഗ് ഡിഷ്. ചൈനയുടെ നാഷണൽ ഡിഷാണ് പെക്കിംഗ് നമ്മളൊരു അല്പം ഒക്കെ ചേഞ്ച് വരുത്തി നമ്മുടെ നാട്ടിൽ അവൈലബിളായ താറാവ് ഉപയോഗിച്ചുണ്ടാക്കിയ ഐറ്റമാണ് പെക്കിങ്ങിന് അവർ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ ഡക്കാണ്. തന്നെയല്ല, അല്പം സമയം എടുക്കുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ അവർ പാൻ കേക്കാണ് ഉപയോഗിക്കുക. പാൻ കേക്ക് അതുപോലെ ഡക്ക് മാരിനേറ്റ് ചെയ്ത് ഒരിക്കലും ബോയിൽ ചെയ്യില്ല. നമ്മൾ അല്പം നമ്മുടെ ഡക്കിൻ്റെ അവൈലബിലിറ്റിയും ടൈൽ. അപ്പോൾ ഡക്ക് നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചു, ഒരു ദിവസം മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് തന്നെയല്ല, ഡക്കിന് ഒരു സ്കിന്നിന് പ്രത്യേകം ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റാണ്. സ്കിൻ എപ്പോഴും ക്രിസ്പി ആയിരിക്കും. അതാണ് പെക്കിംഗ് ഡക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അധികം സ്പൈസി ഒന്നുമില്ല. നമ്മൾ ലൈറ്റായിട്ടുള്ള ഒരു ചെറിയൊരു വ്യത്യാസപ്പെടുത്തി ഹോം സ്റ്റൈൽ ഡക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. നമുക്ക് ഐറ്റം ഉണ്ടാക്കാം. ഡക്ക് ക്ലീൻ ചെയ്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതായത് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് തൂവലൊക്കെ കളഞ്ഞ് അതിന് ശേഷം കരിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ തൂവലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നീക്കാൻ വേണ്ടി കരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെ ഹോളായിട്ട് ഡക്ക് കട്ട് ചെയ്യാമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഹോൾ ചിക്കൻ്റെ ആ രീതിയിൽ നമുക്ക് കിട്ടിയില്ല. ഡക്കിൻ്റെ വയറൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അല്പം ഒരു വികൃതമായിട്ടുണ്ട്. റോസ്റ്റ് ചിക്കൻ സാധാരണ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് തുന്നി കൂട്ടുകയൊക്കെ ചെയ്യും. ഡക്കും അതുപോലെ തന്നെ തുന്നി കൂട്ടുകയൊക്കെ ചെയ്യും, അതായത് അതിൻ്റെ വയർ ഭാഗം. അതുപോലെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് നമുക്ക് നന്നായിട്ട് കഴുകി വെള്ളം വാർത്തതിന് ശേഷം നമുക്കിനി മസാല പറ്റണം. അപ്പോൾ ബീജിങ്ങിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഡക്കാണ്. നമ്മുടെ നാട്ടിലും പെക്കിംഗ് ഡക്ക് ഉണ്ട്. വളരെ ടേസ്റ്റി ഉള്ള ഒരു ഐറ്റമാണ്. ടോട്ടലി ഒരു ഡിഫറെൻ്റാണ് കേട്ടോ. നമ്മളൊരിക്കലും ചൈനീസ് ഐറ്റങ്ങളായിട്ട് തന്നെ കമ്പയർ ചെയ്യരുത്. ഇതിൽ ഒരു ലോങ് പ്രോസസ്സും കൂടിയാണ് ഈ ഡക്ക്. അതായത് ഒരു മസാല ഒന്നും പുരട്ടി വെക്കില്ല. ഒരു സോൾട്ട് മാത്രം ഇട്ടതിന് ശേഷം ഒരു ഹാങ് ചെയ്താണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഹാങ് ചെയ്ത് കുറേ നേരം ഹാങ് ചെയ്ത് 2-3 ദിവസമൊക്കെ ഹാങ് ചെയ്യും. അതിന് ശേഷം വെള്ളമൊക്കെ വാർന്നതിന് പോയതിന് ശേഷം ഓയിലൊക്കെ ഒഴിക്കും. അപ്പോൾ നല്ല ഗോൾഡൻ കളറായി കിട്ടും കേട്ടോ. അതിൻ്റെ സ്കിൻ എപ്പോഴും നല്ല ക്രിസ്പി ആയിരിക്കും. അവർ പാൻ കേക്കും സലാഡൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക. നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് എന്ന് വെച്ചാൽ ഡക്ക് എടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോയയും പെപ്പറും സോൾട്ടും ഇഞ്ചി വെളുത്തുള്ളി ഒന്നിയൻ സ്ലൈസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ്. ഉപ്പ് അല്പം കൂടുതലിടണം, കാരണം സ്കിന്നോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോ ഫയറിന് ഇത് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡക്കിലുള്ള ഫാറ്റൊക്കെ ഡക്കിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മീറ്റ് ഇതിൻ്റെ നല്ല ക്രിസ്പിയായി കിട്ടും. അതേസമയം സോഫ്റ്റ് ആവും വേണം. സ്കിന്നിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ക്രിസ്പി സ്കിന്നാണ് ഡക്കിന് ഉപയോഗിക്കുക. ഡക്കിൻ്റെ അടിയിൽ ഒത്തിരി ഫാറ്റ് ഉണ്ട്. ഡക്കിൻ്റെ ഫാറ്റ് നല്ല ഒത്തിരി പ്രോട്ടീനുള്ളൊരു മീറ്റും കൂടിയാണ്. ഫാറ്റ് നല്ല ടേസ്റ്റാണ്. ഡക്ക് കോൺഫിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഡക്ക് ഫാറ്റാണ് നമ്മൾ ഉപയോഗിക്കുക, അത് സെപ്പറേറ്റ്. അപ്പോൾ ഡക്ക് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത സോൾട്ടും പെപ്പറും ആവശ്യത്തിന്, നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം വരുന്നു. ഒരു ടേബിൾ സ്പൂൺ പെപ്പർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്പം പെപ്പർ കൂടുതലാണ് ഉപയോഗിക്കുന്നത്, അല്പം സ്പൈസിയൊക്കെ ഉണ്ടാവാനായിട്ട്. നമ്മൾ റിയൽ ഡക്ക് പാക്കിംഗ് ഡക്ക് അതുപോലെയല്ല, അല്പം വ്യത്യാസമുണ്ട്. സോൾട്ടൊക്കെ പുരട്ടിയിട്ടാണ് നമ്മൾ അല്പം ജിഞ്ചർ ഗാർലിക്കും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ മസാല പുരട്ടുന്നത്. നമ്മൾ സ്ലൈസ് ചെയ്തിരിക്കുകയാണ്, തിൻ സ്ലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് ഒരു ദിവസം നമ്മൾ ചില്ലറിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ജിഞ്ചർ ചില്ലി ഒക്കെ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറിയ കാന്താരി മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അല്പം എരിവ് കൂടാൻ വേണ്ടിയിട്ട്. അധികമൊന്നുമില്ല, ഒരു 10-15 മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ സോയ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡാർക്ക് സോയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ സോയ എടുത്തിട്ട് എല്ലാവരുടെയും നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോയയുടെ ഒരു ടേസ്റ്റും അതിൽ സോൾട്ട് ഉണ്ട് കേട്ടോ. പ്രത്യേകം സോൾട്ടൊക്കെ ഉള്ളിലേക്ക് ചെല്ലും. നല്ല കളറ്, നല്ല ഗോൾഡൻ കളർ കിട്ടാനായിട്ട് ഇത് നല്ലതാണ്. തന്നെയല്ല, ഒരു ദിവസം മുന്നേ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും മാരിനേഷൻ എപ്പോഴും ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ നമ്മൾ ഒന്ന് ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ബ്രസ്റ്റ് ജോയിൻറ്റുകളൊക്കെ ഒന്ന് കുത്തിയെടുക്കുന്നത് നല്ലതാണ്. കാരണം അത് ഒന്ന് ഇറങ്ങി മസാലയൊക്കെ ഇറങ്ങി കിട്ടാനായിട്ട് എപ്പോഴും സഹായിക്കും. അതിനുവേണ്ടി നമ്മൾ പപ്പട പോലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ സ്ക്യൂവർ അല്ലെങ്കിൽ ബാമ്പു സ്ക്യൂവറൊക്കെ അതിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ജോയിൻറ്റുകളിലാണ് പ്രത്യേകം കുത്തേണ്ടത്, അവിടെയാണ് ഇറങ്ങാനായിട്ട്
മാരിനേഷൻ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് അല്പം സമയം എടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ കാണാൻ മറക്കരുത്. ഇതുപോലെ നിരവധി ഐറ്റങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തണേ. കൂടുതൽ ഐറ്റം നമ്മളിതുപോലെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഡക്ക് കാണും ഇതേപോലെ അവർ കട്ട് ചെയ്ത് ശരിക്കും ഇതുപോലെ അല്ല കേട്ടോ കട്ട് ചെയ്യണ്ടേ. ഡക്ക് ഒരു അല്പം ബാക്കി കൂടെ കീറിയതിന് ശേഷം അതിനെല്ലാം ഫാറ്റും നീക്കണം. എന്നിട്ട് നമ്മൾ തുന്നി കൂട്ടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ സ്ക്യൂർ കൊണ്ട്. നമ്മൾ അതിന് പകരം ഞാൻ ഒരു ചെറിയ വാഴവള്ളി എടുത്തിട്ട് നമ്മുടെ ഡക്ക് റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ അത് കെട്ടി ശരിയാക്കി. ഇനി നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റോക്കിൽ നമ്മൾ ഇത് വയ്ക്കും കേട്ടോ. സ്റ്റോക്കിൽ നമ്മൾ സോയ, സോൾട്ട്, പെപ്പർ, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇന്നലെ മസാല പറ്റിയിട്ടുണ്ടല്ലോ, അത് കൂടെ ഇത് അല്പം ഇഞ്ചി വെളുത്തുള്ളിയും ഇത്തിരി പെപ്പർകോൺ, സിനമൺ, നമുക്ക് 5 സ്പൈസസ് ആണ് ഇടേണ്ടത്. അതിന് പകരം ഞാൻ അല്പം പെരിഞ്ജീരകം ഒക്കെ ഇട്ടു കേട്ടോ. സ്റ്റാർ നൈസ്, കറിവേപ്പട്ട, ഉപ്പ്, ഇത്തിരി ഷുഗറും ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്തിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് നമ്മൾ ഡക്ക് ബോയിൽ ചെയ്യണം. അപ്പോൾ അല്പം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡക്ക് നമ്മളൊന്ന് അടച്ച് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അല്പം ചെറുതാണ്. കാരണം നമ്മൾ അതിൻ്റെ കഴുത്തൊക്കെ നമ്മൾ വളച്ച് കൂട്ടിയേ വെച്ചു. അപ്പോൾ ഇതെല്ലാം ബോണൊക്കെ അതിൽ കിടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മാരമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആവാൻ നല്ലതാണ് കേട്ടോ. ഞാൻ ഏകദേശം 35 മിനിറ്റാണ് ഞാനിത് സ്റ്റീം ചെയ്യണത്. സ്റ്റീമിങ് ആണ് കേട്ടോ. ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ബ്രസ്റ്റിൻ്റെ ഭാഗമാണ് വേകാനായിട്ട് അല്പം സമയം എടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ എടുത്ത് അല്പം കൂടി നിങ്ങൾക്ക് മാരിനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ല ഇപ്പോൾ ഏകദേശം നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്തത് തന്നെ മതിയായിരിക്കും. മാരിനേഷൻ അല്ലാത്തത് നമ്മുടെ വെള്ളം വലിച്ച് കറക്റ്റാക്കി. ഇനി അത് നമ്മൾ ഞാനൊരു ഓവൻ ട്രേ എടുത്തു, അതിലൊന്ന് അറേഞ്ച് ചെയ്തു. ഒരു ഇലയാണ് ഇട്ടിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫോയിലാണ് തൃപ്തിയെങ്കിൽ ഫോയിലിടാം. ആദ്യം നമ്മൾ നോവലിൽ വെച്ച് ഇതിന് റോസ്റ്റ് ചെയ്യും. ഞാനൊരു 40 മിനിറ്റ് 120-ലാണ് ചെയ്തത് കേട്ടോ. എന്നാലും ഡക്ക് വേവില്ല. ഒന്ന് കവർ ചെയ്ത് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഡക്ക് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നല്ല കളറായി. പിന്നെ നമ്മൾ ഓയിലൊന്നും പ്രത്യേകിച്ച് അഡീഷണൽ ഓയിലൊന്നും ചേർക്കില്ല. ഡക്കിൽ നല്ല ഫാറ്റാണ്. നല്ല ഫാറ്റുള്ള ഡക്ക് നമ്മൾ ഗോൾഡൻ കളർ കിട്ടാനും നല്ല ടേസ്റ്റ് കൂട്ടാനും നല്ലതാണ്. നമ്മൾ ഡക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് സ്ലൈസ് ചെയ്താൽ നമ്മുടെ ഇഷ്ടത്തിന് കിട്ടും. അപ്പോൾ സലാഡും നിങ്ങൾക്ക് ബ്രെഡാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ബ്രെഡും കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ഡീബോൺ ചെയ്യുക അല്ലെങ്കിൽ കാർവ് ചെയ്യുക എന്ന് പറയും കേട്ടോ. ഇതെല്ലാം ബോണിൽ നിന്ന് തരംതിരിച്ച് നമ്മൾ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്പം തണുത്തിട്ട് കട്ട് ചെയ്യണം. നല്ല കളറിൽ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. സജീസ് ഫ്ലവർ ടൈം.